ഞാനൊരു സലീഷ്യൻ സഭയിലെ ഡോൺ ബോസ്കോ സഭയിലെ വൈദികനാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 11 പ്രൊവിൻസ് ഉണ്ട്. അതിൽ ദിമപൂർ പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലെ ഒരു മെമ്പറാണ് ഞാൻ. ദിമപൂർ എന്ന് പറഞ്ഞാൽ നാഗാലാൻഡിലെ ഒരു സ്ഥലമാണ്. 4 സംസ്ഥാനങ്ങളാണ് ഞങ്ങളുടെ പ്രൊവിൻസ് മാനേജ് ചെയ്യുന്നത്: നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, പിന്നെ അപ്പർ ആസാമിലെ 6 ജില്ലകൾ. ഞങ്ങൾ പല തരത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. മണിപ്പൂരിൽ ഞങ്ങൾക്ക് പല വിഭാഗത്തിൽപ്പെട്ട നാഗാസ് ഉണ്ട്, നാഗ ട്രൈബിൽപ്പെട്ട ആൾക്കാരുണ്ട്. അതുപോലെ നാഗാലാൻഡിൽ ആ പേര് തന്നെ നമ്മളോട് പറയും, പല തരത്തിലുള്ള നാഗ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നാഗാലാൻഡിലുള്ളത്. മണിപ്പൂരിൽ നാഗാസിനൊപ്പം കുക്കി, പിന്നെ ആസാമീസ് ഭാഷ സംസാരിക്കുന്ന ആസാമിലെ തന്നെ ജനങ്ങൾ, പിന്നെ അവിടെ തേയിലക്കാടുകളിൽ വർക്ക് ചെയ്യുന്ന ആദിവാസി സമൂഹങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല ചെറിയ ചെറിയ മിസ്സിങ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അവിടെ. ആസാമിലെ ഏറ്റവും വലിയൊരു ട്രൈബാണ് മിസ്സിങ്സ്. അങ്ങനെ പല വിഭാഗങ്ങളുമായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നു. പിന്നെ അരുണാചൽ പ്രദേശിലെ വിവിധ തരത്തിലുള്ള വർഗങ്ങളുമായിട്ട് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മിഷൻ പ്രവർത്തനം തുടങ്ങിയത് കൂടുതലും കേരളത്തിൽ നിന്നുള്ള വൈദികരായിരുന്നു. അരുണാചൽ പ്രദേശിൽ ആൻറ്റി കൺവേർഷൻ ബില്ല് പാസ്സാക്കിയിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും ഇവിടെ കയറാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ നമ്മളുടെ സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ ഒക്കെ ഇവിടെ വന്ന് ക്രിസ്ത്യാനികളായി. അവർ മറ്റുള്ളവരെ ക്രിസ്ത്യാനികളാക്കിയാണ് ഇവിടെ കത്തോലിക്ക സഭ തുടങ്ങിയതെന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അവിടെ സ്കൂളിൽ പഠിച്ചിരുന്ന പിള്ളേരാണ് ഇവിടെ തിരിച്ച് വീട്ടിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കുകയും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയും ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും ആ ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ കത്തോലിക്ക സഭയിലെ അംഗങ്ങളാക്കി മാറ്റുകയും ചെയ്തത്. ഇത് ഇറ്റാനഗർ രൂപതയുടെ കീഴിലാണ് ഇടവക സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നത് നിഷി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരുടെ അടുത്താണ്. ഇവരിടയ്ക്ക് ആക്ച്വലി സലീഷ്യൻ സഭാംഗങ്ങളാണ് ആദ്യമായി തന്നെ ജോലി ചെയ്തതെന്ന് പറയാം. കത്തോലിക്ക വിശ്വാസം ഇവിടെ കൊണ്ടുവന്നത്. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പഠിച്ച സ്റ്റുഡൻസിനെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാ വില്ലേജിലും തന്നെ ഡോൺ ബോസ്കോ സ്കൂളിൽ പഠിച്ച കുട്ടികളെ കാണാം. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ അരുണാചലിൽ നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലോ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ പലപ്പോഴും സ്കൂളിൽ പോയിട്ടുണ്ടായിരിക്കത്തില്ല. അല്ലെങ്കിൽ ജസ്റ്റ് 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച കുട്ടികളായിരിക്കും. കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 100-150 കൊല്ലം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 50 കൊല്ലമെങ്കിലും പുറകോട്ടായിരിക്കും ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പല കുടുംബങ്ങളും. വില്ലേജുകളിലൊന്നും സ്കൂളില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വഴികളൊക്കെ വളരെ മോശമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും കറണ്ടില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് നമുക്ക് കിട്ടത്തില്ല, മൊബൈൽ ടവറോ അല്ലെങ്കിൽ 4Gയോ 5Gയോ ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വന്ന് പഠിക്കുന്നു, നമ്മുടെ ഹോസ്റ്റലുകളിൽ നിൽക്കുന്നു. പിന്നെ അവർ മുന്നോട്ട് പഠിച്ചു പോയി പല ഓഫീസേഴ്സ് ആകുന്നു, പോലീസിൽ, ആർമിയിൽ, അല്ലെങ്കിൽ അവർ കോളേജുകൾ പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നു. നമ്മുടെ സ്റ്റുഡൻസ് റാങ്കുകളോടുകൂടി MSCയോ BA MA ഒക്കെ പാസ്സാകുന്നു. അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് അവർ ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സ് ആകുന്നു, ഡിഫൻസിൽ അവർക്ക് ജോലികൾ കിട്ടുന്നു, അല്ലെങ്കിൽ ഓഫീസർ റാങ്കിലേക്ക് അവരെ സെലക്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവർ PhDക്ക് കയറുന്നു. അതൊക്കെ നമുക്ക് കിട്ടുന്ന വളരെ ഒരു സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരും ഒന്നും പറഞ്ഞു കൊടുക്കാനില്ലാതെ ഈ കുട്ടികൾ വന്ന് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നു. നമ്മളവർക്ക് പറ്റാവുന്ന രീതിയിൽ, നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടാകുന്നു. ആ ലക്ഷ്യം വെച്ച് അവർ മുന്നോട്ട് പഠിക്കുന്നു. ദൈവാനുഗ്രഹം അവരിലൂടെ ഉണ്ടാകുന്നു. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കുഞ്ഞു മിഷണറിമാരായിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് അവരുടെ മാതാപിതാക്കളെ പള്ളിയിലേക്ക് അടുപ്പിക്കുന്നു, കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരുന്നു. വിശ്വാസത്തിൽ വന്നവരെ ആ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക, അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു രൂപതയൊക്കെ വന്നുകൊണ്ട് പുതിയ ഇടവകൾ തുറക്കാൻ തുടങ്ങി, പുതിയ സഭകൾ
പുതിയ റിലീജിയസ് കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ പല സഭകളിൽ നിന്ന് ഇവിടെ വരാൻ തുടങ്ങി. കേരളത്തിലെ തന്നെ ഇടുക്കി രൂപത അല്ലെങ്കിൽ മറ്റ് ചില രൂപതകളൊക്കെ ഇവിടെ വന്ന് മിഷൻ സ്റ്റേഷൻസ് തുടങ്ങുന്നു. അതുപോലെ തന്നെ മറ്റ് ചില രൂപതകൾ അവരുടെ വൈദികരെ ഇവിടെ മിഷനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് നമുക്ക് ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ ഈ വേദപാഠം പഠിപ്പിക്കലും അല്ലെങ്കിൽ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതൊക്കെ നമുക്ക് ഇപ്പം കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ പല ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ മദർ തെരേസ സിസ്റ്റേഴ്സൊക്കെ ഞങ്ങളുടെ വില്ലേജുകളിലേക്കൊക്കെ പോകും. അപ്പം നമ്മൾ വില്ലേജിലൊക്കെ ആൾക്കാർ അസുഖം പിടിച്ച് കിടക്കുന്ന കാണാം. നമ്മൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ അവർക്കൊരു വിറ്റാമിൻ ഗുളികയോ അല്ലെങ്കിൽ ഒരു പാരസെറ്റാമോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഗുളികകളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയോ അവരുടെ അസുഖങ്ങൾ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമുക്ക് പലപ്പോഴും അതൊരു വലിയൊരു മിറക്കിളാണ്, അല്ലെങ്കിൽ അതൊരു മിറക്കിളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആൾക്കാർ പ്രാർത്ഥിക്കുക, വളരെ വിശ്വാസത്തോടുകൂടി അവർ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വരും. നമ്മൾ കുർബാന കഴിയുമ്പോൾ അസുഖമുള്ളവരൊക്കെ വന്ന് നിൽക്കും. നമ്മൾ അവരെ കൈ തൊട്ട് അനാമള്ളം ഉപയോഗിച്ച് അവരെ ബ്ലെസ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയൊക്കെ പലപ്പോഴും പലരുടെ അസുഖങ്ങൾ മാറിപ്പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളൊരു കഴിവല്ല, പക്ഷേ ദൈവം നമ്മളിലൂടെ അവർക്കുള്ള ആ വിശ്വാസം, ഇവിടുത്തെ ആൾക്കാർക്കുള്ള ആ വിശ്വാസം കൊണ്ട് ദൈവം അവരിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ ഏരിയ എന്നുള്ള ആദ്യത്തെ ഒരു വൈദികൻ. പിന്നെ ഇവിടെ 2-3 സിസ്റ്റേഴ്സ് ഓൾറെഡി ഇപ്പോൾ ഇവിടുന്ന് സിസ്റ്റേഴ്സായിട്ടുണ്ട്. ഇവിടുത്തെ പെൺകുട്ടികൾ 1-2 പേര് മട്ടി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നു. അവരൊരു വൈദികനാകാൻ അല്ലെങ്കിൽ ഒരു സിസ്റ്ററാകാൻ അവർ താല്പര്യം കാണിക്കുന്നു, അതിന് മുന്നോട്ട് വരുന്നു. അങ്ങനെ അവരൊക്കെ ഇനി വളർന്നു വന്ന് വൈദികരായി സിസ്റ്റേഴ്സായി ഇവിടുത്തെ ആൾക്കാരോട് അവരുടേതായ ഭാഷയിൽ അവരുടെ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ അവരുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ 4ാമത് നമ്മളിവിടെ ചെയ്ത വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ഇവർക്ക് പ്രാർത്ഥനകൾ, പാട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബൈബിളൊക്കെ നമ്മൾ ഇവരുടെ ഭാഷയിലേക്ക് നമ്മൾ എഴുതിയുണ്ടാക്കി. നമ്മളിവിടെ ആദ്യം വന്ന പല അച്ഛന്മാരും ചെയ്ത ഒരു നല്ല കാര്യം ഇതാണ്. പലരും ഇവിടുത്തെ ഭാഷ പഠിച്ച് ഇവരുടെ ഭാഷയിലേക്ക് നമ്മൾ പാട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പാട്ടുകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ മലയാളത്തിൽ നോക്കി നമ്മൾ പല നല്ല നല്ല പാട്ടുകളും ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അതുപോലെ അല്ലേലൂയ, ഓശാന ഓശാന അല്ലേലൂയ, അങ്ങനെയുള്ള പല കരിസ്മാറ്റിക് പാട്ടുകളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴി, നമ്മുടെ ഒപ്പീസ്, ചെറിയ ഒപ്പീസ്, വലിയ ഒപ്പീസ്, ഇതൊക്കെ നമ്മൾ ഇവരുടെ ഭാഷയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമം എഴുതി ഉണ്ടാക്കി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവരുടെ ഭാഷയിലേക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ ഭാഷ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരു കാലത്ത് ഇവർ ജസ്റ്റ് സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു. പല ഗോത്ര ഭാഷകളെ പോലെ തന്നെ ഇവർ സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവർക്ക് എഴുതുന്നില്ല. നമ്മുടെ അച്ഛന്മാരിവിടെ വന്ന് അതിന് റോമൻ ലെറ്റേഴ്സ് അവരെ കൊണ്ട് എഴുതിച്ചു, പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ ആ കുട്ടികളെ അത് വായിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഭാഷ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം മറ്റ് സഭകളിലൊക്കെ മൊത്തം ബൈബിളും അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ നിയമവും പഴയ നിയമവും. പക്ഷേ കത്തോലിക്ക സഭയിൽ നമ്മൾ പുതിയ നിയമം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പഴയ നിയമം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി തീർന്നു. മറ്റ് ബുക്കുകളും പുസ്തകങ്ങൾ, പഴയ നിയമത്തിൻ്റെ പുസ്തകങ്ങൾ ഇപ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വലിയൊരു കൺട്രിബ്യൂഷനാണ് നമ്മൾ ഭാഷയുടെ കാര്യത്തിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് സഭയുടെ അല്ലെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയുടെയും ഒരു ഡ്യൂട്ടിയാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും ദൈവം ഈശോ നമുക്ക് നൽകിയ അവസാനത്തെ കൽപ്പനയാണത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവിൻ. സുവിശേഷം അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ. അതാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും ഈശോയിലേക്ക് അടുപ്പിക്കുവാനുമാണ് നമുക്ക് ഓരോരുത്തർക്കും ആ കടമയുണ്ട്. ആ കടമ നമ്മൾ പല രീതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എവിടെ ആയിരിക്കുന്നു, നമ്മളൊരു ഓഫീസിൽ പോയാലും, നമ്മളൊരു ആശുപത്രി ഒരു നേഴ്സാണെങ്കിലും, നമ്മളൊരു സ്കൂളിലെ ഒരു ടീച്ചറാണെങ്കിലും, നമ്മളൊരു വൈദികനാണെങ്കിലും, നമ്മളെവിടെയാണെങ്കിലും ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമ്മൾ ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയുവാനും നമ്മൾ ശ്രമിക്കണം. അത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളത് കാണിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മളത് മറ്റുള്ളവരിലേക്ക് ആ വിശ്വാസം നമ്മുടെ വാക്കാലും നമ്മുടെ പ്രവൃത്തിയാലും നമ്മുടെ ചിന്തകളാലും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും
മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇവിടെ ഞങ്ങളത് ആ ഒരു ഉദാഹരണമാണ് പലപ്പോഴും കാണുന്നത്. ഓരോരുത്തരും മറ്റുള്ളവരിലേക്ക് അവരുടെ വിശ്വാസം പകർന്നു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളും അങ്ങനെ ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഓരോരുത്തരും അവൻ എവിടെയാണോ ആ സ്ഥലത്തിൽ ഒരു ചെറിയ മിഷണറി ആകുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല മിഷണറിമാരായി ദൈവ സ്നേഹം മറ്റുള്ളവರಿಗೆ പങ്കുവെക്കുന്ന ഒരു നല്ല വൈദികനായി, നല്ലൊരു സിസ്റ്ററായി, അല്ലെങ്കിൽ നല്ലൊരു ആത്മായനായി, നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാനുള്ള അനുഗ്രഹം ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.